Hello and welcome to yet another episode of AV Tiles and Sanitary Kollam. Kollathe #1 tile shop. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ലൈവ് വർക്ക്ഷോപ്പാണ്. അതായത് എങ്ങനെയാണ് ടൈൽ നല്ല രീതിയിൽ അല്ല പ്രോപ്പർലി ടൈൽ എങ്ങനെയാണ് ഫ്ലോറിൽ ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത്. എത്ര സാധാരണക്കാരാണെങ്കിലും ടെക്നിക്കലി വെൽ വേഴ്സ്ഡ് അല്ലെങ്കിലും ഈ വീഡിയോ കണ്ട നല്ലൊരു ഐഡിയ കിട്ടും ഏതാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് ടൈൽ ലേയിങ് ഉണ്ട്. ഒന്ന് നമ്മുടെ കൺവെൻഷണൽ ടൈൽ ലേയിങ്, അതായത് ഏറ്റവും അവസാനം ഫ്ലോർ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് സിമെന്റ് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് അത് ഒഴിച്ച് അതിന്റെ പുറത്ത് ടൈൽ ഫിക്സ് ചെയ്യുന്ന മെത്തേഡ്. ആ മെത്തേഡാണ് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം കുറച്ചുകൂടെ മോഡേൺ, കുറച്ചുകൂടെ ബെറ്റർ ഒരു വേർഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ് ലെവൽ സ്ക്രീഡ്. ഫ്ലോറിനെ നല്ല കട്ടിക്ക് പ്ലാസ്റ്റർ ചെയ്ത് ലെവലായിട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ട് അതിന്റെ പുറത്ത് ടൈൽ അദസീവ്, അതായത് ഏതാണോ അനുയോജ്യമായ ടൈൽ അദസീവ് ആ ടൈലിന് അത് ഉപയോഗിച്ച് ഫ്ലോർ ലേ ചെയ്യാന്നുള്ളത്. ഈ രണ്ടാമത്തെ മെത്തേഡാണ് ഇന്ന് നമ്മൾ ഡിസ്പ്ലേ വെക്കാൻ പോകുന്നത്. ഇത് കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഐഡിയ കിട്ടും ടൈൽ ലേയിങ് എങ്ങനെ ചെയ്യണമെന്ന്. സോ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ കാണുന്നത് ആണ് സ്ക്രീഡ് ചെയ്തേക്കുന്ന ഫ്ലോറ്. സ്ക്രീഡ് ചെയ്തേക്കുന്ന ഫ്ലോറാണ് വെച്ചാൽ പ്ലാസ്റ്റർ കുറച്ചുകൂടെ ടൈറ്റാണ്. ഇതിനകത്ത് സിമെൻ്റ് ഉണ്ട്, സാൻഡ് ഉണ്ട്, വെള്ളമുണ്ട്. എന്നിട്ട് ഇത് കുറച്ചുകൂടെ സിമെൻറ്റ് കൂട്ടി വെള്ളവും കൂട്ടി ചെയ്തിട്ടേക്കുന്ന ഒരു മിക്സറാണ്. ഇതിനാണ് സ്ക്രീഡ് എന്ന് പറയുന്നത്. ഈ ഇപ്പം ചെയ്തേക്കുന്നത് ഓൾമോസ്റ്റ് സ്പിരിറ്റ് ലെവലാണ്. സ്പിരിറ്റ് ലെവലിൽ ഇത് ഫ്ലോർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് ഉണങ്ങി ഇത് ഒരുപക്ഷെ 2-3 ദിവസം മുമ്പ് ചെയ്ത ഒരു ഫ്ലോറാണ്. അപ്പം 3 ദിവസം ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ഇതിനെ പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്ത് ഇതിനെ സോളിഡ് ആക്കി ഇപ്പം ഇതിൻ്റെ പുറത്ത് നടക്കുമ്പം ഈ ഫ്ലോർ ഇരുത്തത്തില്ല. ആ ഒരു പരുവാക്കിയിട്ട് അടുത്ത പ്രോസസ്സാണ് നമ്മൾ ഈ കാണുന്നത്. ടൈൽസ്, അതായത് വിരിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈൽസിനെ അതിൻ്റെ പുറത്ത് വെച്ച് എവിടെ അത് വിരിച്ചാൽ എങ്ങനെ ഇരിക്കും, അത് എവിടാണ് കട്ടിങ് വരേണ്ടത്, എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടത്, അതെല്ലാം നോക്കി ഇതുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ടൈല് സ്വല്പം ചാടി നിൽക്കുക. അപ്പം അതിനെ കറക്റ്റ് ചെയ്ത് ഇനി അതൊരു പ്രാവശ്യം സെറ്റായി കഴിഞ്ഞപ്പം മുഴക്കോല് വെച്ച് ആണ് ഇതിൻ്റെ ലെവൽസ്, അതായത് ഇതിൻ്റെ ഡിസ്റ്റൻസ് എല്ലായിടത്തു നിന്നും ഇക്വ ഡിസ്റ്റൻസ് ആണോ എന്നുള്ളത് സെറ്റ് ചെയ്യുന്നു. ഈ സമയത്തൊന്നും ഈ ടൈലിൻ്റെ അടിയിൽ ഇത് പെരട്ടിയിട്ടില്ല, ടൈൽ അദസീവ് പെരട്ടിയിട്ടില്ല. ഇതാണ് ടൈൽ അദസീവിൻ്റെ പാക്കറ്റ്. ഇത് ഓപ്പൺ ചെയ്ത് ആദ്യം ഒരു കാലി ബക്കറ്റിനകത്തോട്ട് ഇത് ഇടുകയാണ്. MYK ലാറ്റിക്രേറ്റിൻ്റെ ഐ തിങ്ക് 307 ആണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. കാരണം വിട്രിഫൈഡ് ബോഡി ആയതുകൊണ്ട് 307 ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ബക്കറ്റിനകത്ത് ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞിട്ട്, കാരണം ഇത് പേസ്റ്റ് ആയതുകൊണ്ടും എക്സ്പെൻസീവ് ആയതുകൊണ്ടുമാണ് അങ്ങനെ എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യാത്തത്. ഇനി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടത് ഇത് കൈകൊണ്ട് അല്ല ഇത് മിക്സ് ചെയ്യുന്നത്, ഒരു ഡ്രില്ലർ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. അതിന്റെ റീസൺ വളരെ സിമ്പിളാണ്. ഈ പ്രൊഡക്റ്റിനകത്ത് നല്ല പശപ്പുണ്ട്. ഇത് നമ്മൾ കൈകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും മിക്സ് ആയി വരത്തില്ല. ഇതേപോലെ ഒരു ഇലക്ട്രിക് ഡ്രിൽ മെഷീൻ വെച്ച്, മിക്സർ മെഷീൻ വെച്ച് വേണം ഇതെപ്പോഴും ചെയ്യാൻ. അപ്പോൾ അത് ബക്കറ്റിനകത്ത് നല്ല രീതിയിൽ നമുക്ക് കാണാം. ബക്കറ്റിനകത്ത് മെഷീൻ തന്നെ അതിനകത്ത് കറങ്ങാൻ ബുദ്ധിമുട്ടുകയാണ്. അപ്പം അത്രയും പവർഫുൾ മെഷീൻ ആയിട്ട് പോലും നമുക്ക് ആ ഒരു അതിൻ്റെ സ്റ്റെമിനകത്ത് ഒരു വോബ്ലിംഗ് എഫക്റ്റ് ഇപ്പം നമുക്ക് കാണാം. ആദ്യം കറങ്ങിയതല്ല ഇപ്പം കറങ്ങുന്നത്. അപ്പം അത്രയും ഹാർഡ് പശയാണ് അത് ഉപയോഗിച്ചേക്കുന്നത്. അത് ആ കാലവിടെ വെച്ചില്ലെങ്കിൽ ആ ബക്കറ്റ് അവിടെ മറിഞ്ഞു വീഴും. അതുകൊണ്ടാണ് ആ കാലവിടെ വെച്ചേക്കുന്നത്. ഇപ്പോൾ അത് മിക്സായി വന്നപ്പം അതിൻ്റെ ടെക്സ്ചർ മാറിയത് നമുക്ക് കാണാൻ പറ്റും. ഒരു നല്ല ഒരു ബട്ടറി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. അത് ആ മിക്സറിൽ ആ ടൈൽ എവിടെയാണോ വിരിക്കാനുള്ള അതിൻ്റെ പുറത്ത് തന്നെ കരണ്ടി വെച്ചാണ് ഇത് ഇടുന്നത്. അപ്പം സോ ഫാർ ദിസ് ഈസ് ഓക്കെ. കരണ്ടിയുടെ ഉപയോഗം ഇത് തന്നെയാണ്. കരണ്ടിയുടെ ആക്ച്വൽ ഉപയോഗം ഇതാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ അത് കറക്റ്റായിട്ട് ആ ടൈൽ എവിടെയാണോ വീഴുന്നത് അവിടെ മാത്രം ഇത് ഇട്ട്, കാരണം ഇടയ്ക്കുള്ള സ്പേസിൽ മിക്കവാറും ഗ്രാസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം ഗ്രാസ് വരുന്നതുകൊണ്ട് നമ്മൾ അവിടെ ആവശ്യമില്ലാതെ ഇത് ഇടേണ്ട കാര്യമില്ല, കാരണം വളരെ എക്സ്പെൻസീവ് ആണ് ടൈൽ അദസീവ്. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ നമുക്ക് നല്ല ബട്ടർ പോലത്തെ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പശപ്പുള്ളതുകൊണ്ടാണ് ആ ടെക്സ്ചർ വരുന്നത്. ഇനി ഒരു ട്രവൽ എടുത്തിട്ട് തന്നെ ഈ പല്ലുള്ള ഇതിനാണ് പറയുന്നത് ട്രവൽ എന്ന് പറയുന്നത്. ഈ ട്രവൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആവശ്യമുള്ള അദസീവ് അവിടെ വെച്ചുകൊണ്ട് ബാക്കിയുള്ള അദസീവിനെ അവിടെ നിന്ന് അങ്ങ് നീക്കും. ഇത് നീക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈക്വി ഡിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഹോൾസ് തരും. അതായത് കരണ്ടി വെച്ച് മാത്രം ചെയ്തെങ്കിൽ നമുക്ക് വലിയ വലിയ എയർ പോക്കറ്റ്സ് വന്നേനെ. അപ്പം ഇവിടെ നമുക്ക് കാണാം ടൈൽസിൻ്റെ പുറത്തും. ഇതാണ് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ റീൽസിനകത്തും പറഞ്ഞിട്ടുണ്ട്. ടൈൽ അദസീവ് എപ്പോഴും ഒരു സർഫേസിൽ മാത്രമല്ല 2 സർഫേസിലും ടൈൽ അദസീവ് വരണം. ആ കരണ്ടിക്കകത്ത് നമുക്ക് ഞാൻ പറഞ്ഞു തരാം, കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. നല്ല പ്രഷർ അപ്ലൈ ചെയ്താണ് ആ കരണ്ടി റൺ ചെയ്യുന്നത്. നല്ല പ്രഷർ കൈകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന ടൈൽസിന്റെ ഗ്രൂവ്സിനകത്തോട്ട് ഈ പശ ശരിക്കും കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ഓപ്ഷനും ഇല്ല അതിനകത്ത് അത് കയറാതിരിക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വളരെ വളരെ കുറച്ച് സൈറ്റുകളിലെ ടൈൽസിനകത്തും പശ പിടിപ്പിക്കത്തുള്ളൂ. ഒത്തിരി നല്ല വർക്കേഴ്സ് മാത്രമേ ഈ പ്രാക്ടീസ് ഫോളോ ചെയ്യാറുള്ളൂ. കാരണം ആ കാണുന്ന ടൈലിന് തന്നെ ഏതാണ്ട് 20 mm തിക്നെസ് ഉണ്ട്. അപ്പം ഏകദേശം 15 കിലോയ്ക്ക് മേളിൽ വെയിറ്റ് വരുന്ന ഒരു പീസാണ് കാണുന്നത്. അപ്പം അതിൻ്റെ പുറത്ത് പശയും കൂടെ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് പിന്നെയും കൂടും. ഇനി നമ്മൾ ആ സ്ക്രീഡി ചെയ്ത കണക്ക് തന്നെ ഇതിനകത്തു നിന്നും ആവശ്യത്തിന്
ടൈലിനുള്ള പശ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് എക്സസ് പശ അവിടെ കിടക്കത്തില്ല, ആവശ്യമില്ലാതെ കുട്ടി ഉറപ്പിക്കേണ്ടി വരത്തില്ല. സെക്കൻഡ്, ഇതിനകത്ത് നമുക്ക് വരുന്ന എയർ ഹോൾസ്, അതായത് ഈ ലൈൻസും സ്ക്രീഡിനകത്ത് കിടക്കുന്ന ലൈൻസും തമ്മിൽ കൂടി ചേരുമ്പോൾ അതിലുണ്ടാകുന്ന എയർ ഹോൾസ് വളരെ ചെറുതായിരിക്കും. ആ ട്രാപ്പായിരിക്കുന്ന എയറിന് ഒരിക്കലും ഈ ടൈലിന് എത്ര ചൂടായാലും എത്ര എക്സ്പാൻഷൻ ആയാലും ആ ചെറിയ ഹോൾസിനകത്ത് കിടക്കുന്ന കുഞ്ഞ് എയർ പോക്കറ്റ്സിന് ഒരിക്കലും ഈ ടൈലിനെ മൊത്തത്തിൽ വിടിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ട്രവലിന്റെ ഏറ്റവും വലിയ ഉപയോഗം അതാണ്. ഈ ട്രവൽ ഉപയോഗിച്ച് രണ്ട് സർഫേസിൽ, ഇതിപ്പം നമ്മുടെ ബാത്റൂം ആണെങ്കിലും നമ്മുടെ ഫ്ലോർ ആണെങ്കിലും എവിടെ ആയാലും ടൈൽ ഒട്ടിക്കേണ്ട ഏറ്റവും നല്ല പ്രാക്ടീസ് ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൈൽ ഇപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ഇവർ ഇതിന്റെ പുറത്ത് വെക്കുമ്പോൾ ശരിക്കും ടൈലല്ല പേസ്റ്റിനോട് ഒട്ടുന്നത്, പേസ്റ്റാണ് പേസ്റ്റിനോട് ഒട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഈ പറഞ്ഞ എന്തുവാണ്. അവർ ഇടയ്ക്ക് ആ സ്പേസർ വെച്ചിട്ടുണ്ട്. അവർ ഐ തിങ്ക് 3 ഇഞ്ചിന്റെ സ്പേസർ, 3 ഇഞ്ചിന്റെ സ്പേസർ. ആ സ്പേസർ ഒരു പൊട്ടിയ ടൈലിന്റെ ഒരു പീസാണ്. അത് വെച്ചിട്ട് അതേ സ്പേസിൽ അവിടെ വെച്ചു. റൈറ്റ് സൈഡിൽ നോക്കിയാൽ അറിയാം, ശകലം പോലും പേസ്റ്റ് അവർ വേസ്റ്റ് ചെയ്തിട്ടില്ല. അത് ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടക്കുകയാണ്. ഇനി നമ്മൾ ഓൾറെഡി നേരത്തെ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് കൊട്ടി ഉറപ്പിച്ചാൽ മതി. പേസ്റ്റിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഇതിന് അധികം പ്രസ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യേണ്ടയോ കാര്യമില്ല. ഇപ്പോൾ 2 ലൈനിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി. പ്രോസസ്സ് എല്ലാം സെയിം ആണ്. വളരെ പതുക്കെയാണ് വർക്ക് നടക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ലേ ചെയ്ത ടൈലിന്റെ പുറത്താണ് ആ വർക്കർ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫർദർ ഇതിന് കംപ്രസ് ആവാൻ ഒന്നുമില്ല. മാക്സിമം കംപ്രഷൻ നമ്മൾ ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, സ്ക്രീഡ് ഓൾറെഡി ലെവലാണ്. അതിന്റെ പുറത്ത് ആവശ്യത്തിന് പേസ്റ്റും ഇട്ട്, ഈ പേസ്റ്റ് കംപ്രസ് ആവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇത് താഴോട്ട് കംപ്രസ് ആവത്തില്ല. അതുകൊണ്ട് അതിന്റെ പുറത്ത് നിന്ന് വർക്ക് ചെയ്താലും കുഴപ്പമില്ല. അതേസമയം ലെവൽ ചെയ്യാത്ത ഒരു ഫ്ലോറിൽ നമ്മൾ പേസ്റ്റ് ഇട്ട് ചെയ്തിരുന്നെങ്കിൽ അത് വലിയ കനത്തിലൊരു ലെയർ വന്നേനെ. അതിൻ്റെ പുറത്ത് ചവിട്ടി ഇരിക്കുന്നത് പോട്ടെ, അതിൻ്റെ പുറത്ത് ഒരു ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്തെങ്കിൽ പോലും അതങ്ങ് ഇരുന്ന് പോയേനെ. അതുകൊണ്ടാണ് ടൈല് ചെയ്യുന്ന ഫ്ലോർ ലെവലായി ഇരിക്കണം. ആദ്യമേ ലെവൽ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന വേറൊരു ബെനിഫിറ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഗ്രാസ് കട്ട് ചെയ്യുന്നത് നമ്മൾ 3.5 ഇഞ്ച് അല്ലെ 4 ഇഞ്ചിന്റെ ഒരു സ്പേസ് ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. ആ സ്പേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാസ് കട്ട് ചെയ്യുന്നത്. ഇപ്പം വളരെ പോപ്പുലർ ആണ് ഈ മെത്തേഡ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് നമുക്ക് ഇങ്ങനെ ഇടുമ്പോൾ കിട്ടുന്നത്. എക്സ്റ്റീരിയറിന് മാത്രമേ ഇത് ചെയ്യാവൂ. വീടിന്റെ ഉള്ളിൽ ഇത് ഒരിക്കലും ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇതിന്റെ ഇടയ്ക്ക് കയറിയിരിക്കുന്ന പൊടിയും അഴുക്കും എല്ലാം അത് ഹെൽത്തിന് ഹസാർഡായിട്ട് വന്നേക്കാം. അതുപോലെ വളരെ അളന്ന് കുറിച്ച് ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നും പേടിക്കേണ്ട. നമ്മുടെ സ്പേസിനകത്ത് കറക്റ്റായിട്ട് ആ ഗ്രാസ് ഇരിക്കും. ഇത് മോസ്റ്റ് പ്രോബ്ലി സെയിം ഡേ വർക്കാണ്. അതാണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ആ വിരിച്ച് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫിനിഷിംഗ് വർക്കും ചെയ്ത് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്ത് മാറാൻ പറ്റും. പക്ഷേ ഇത് ആക്ച്വലി ഒരു ദിവസത്തെ വർക്കല്ല. സ്ക്രീഡ് ചെയ്തത് 2-3 ദിവസം മുമ്പാണ്. ലെവൽ സ്ക്രീഡ് ചെയ്തുകൊണ്ടാണ് ഫൈനൽ വർക്ക് നമുക്ക് എല്ലാം ഒരു ദിവസം ചെയ്യാൻ പറ്റും. ഇതാണ്ട് ഫിനിഷ് ഫ്ലോർ ആണ്. വളരെ ബ്യൂട്ടിഫുൾ. ഈ കാണുന്ന ടൈല് ഡ്യൂറാടെക് എക്സ്റ്റോൺ കജാരിയുടെ ലേറ്റസ്റ്റ് പേവിംഗ് ടൈലാണ്. 20 mm തിക്നെസ് ആണ്. ഇത് ഇങ്ങനെ സിമെന്റിലും ഇതിലും മാത്രമല്ല, വലിയ വണ്ടിയൊന്നും കയറുന്നില്ല. വീട്ടിലെ ചെറിയ കാറുകളും അല്ലെങ്കിൽ നമ്മുടെ മോട്ടോർ സൈക്കിളൊക്കെ കയറുന്നതാണെങ്കിൽ നമുക്ക് നേരിട്ട് മണ്ണ് കോമ്പാക്ട് ചെയ്ത് ഇന്റർലോക്കിംഗ് ടൈല് വിരിക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ മുറ്റത്ത് ഈ ടൈല് വിരിക്കാൻ പറ്റും. അത്രയും സ്ട്രോങ് ആണ്. അതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ടൈലിന്റെ സർഫേസ് R11 സർഫേസ് ആണ്. R11 സർഫേസ് എന്ന് പറയുമ്പോൾ മഴ പെയ്ത് കിടക്കുന്ന ടൈലല്ല, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പോലും കാലിന് ഗ്രിപ്പ് നൽകും. ഓയിൽ സ്പില്ലായി കിടക്കുകയാണെങ്കിൽ, എണ്ണ സ്പില്ലായി കിടക്കുന്ന ഫ്ലോറിൽ പോലും ഇത് ഗ്രിപ്പ് തരും. ഗ്രിപ്പ് തരുന്നതിന് ലിമിറ്റ് ഉണ്ട്. ഒരു മാക്സിമം 27 ഡിഗ്രി സ്ലാന്റിലെ നമ്മുടെ അപ്രോച്ച് ഈ ടൈലിലോട്ട് വരാവും. 27 ഡിഗ്രി സ്ലാന്റ് വളരെ കൂടിയ സ്ലാന്റ് ആണ്. അത്രയും സ്ലാന്റിൽ നമ്മൾ ഒരിക്കലും ടൈലിന്റെ പുറത്ത് ലാൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് മോർ ഓർ ലെസ് സേഫ് ആണ്. പിന്നെ ഈ ഒരു ലുക്ക്, ഈ ഒരു ബ്രൈറ്റ് ഗ്രേ ലുക്ക് നമുക്ക് നാച്ചുറൽ സ്റ്റോണിൽ കിട്ടാൻ പാടാം. ഇതിന്റെ കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ ബ്യൂട്ടി. എല്ലാ ടൈലും ഒരേ ഡിസൈൻ, ഒരേ ഓറിയന്റേഷൻ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിറ്റമാണ് നമ്മളിപ്പോൾ ഈ ചെയ്ത് കണ്ടത്. കജാരിയുടെ ഡ്യൂറാടെക് എക്സ്റ്റോൺ. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഫെയർ ഐഡിയ കിട്ടി കാണും ശരിക്കും ടൈൽ ലേയിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ടൈൽ ലേയിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ നമ്മൾ കണ്ട വീഡിയോ ഡ്യൂറാടെക് എക്സ്റ്റോണിന്റെ ടൈൽ എക്സ്റ്റീരിയറിൽ വിരിച്ചതാണ്. ഇത് വേറെ എങ്ങും അല്ല, കജാരിയുടെ വൈറ്റിലുള്ള ഷോറൂമിന്റെ അകത്ത് തന്നെ ഒരു പോർഷനിലാണ് ഈ നമ്മൾ ടൈൽ ലേയിങ് കണ്ടത്. അപ്പം ഡെഫിനറ്റ്ലി ഇതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ്. അടുത്ത പ്രാവശ്യം നിങ്ങളുടെ വീട്ടിലോ അല്ല നിങ്ങളുടെ മുമ്പിൽ ഒരു ടൈൽ ലേയിങ് നടക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ആ ചെയ്തത് കറക്റ്റ് ആണോ തെറ്റാണോ. അപ്പം ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനി ഈ ചാനലിൽ കാണും. പക്ഷേ
പക്ഷേ അത് ആദ്യം കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തണം. പിന്നെ ഇപ്പോൾ ചെയ്യുന്ന പോലെ ലൈക്കും ഷെയറും ചെയ്യണം. കമൻ്റാണ് ഞങ്ങളുടെ പ്രചോദനങ്ങൾ. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കമൻസ് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെയ്ത കിച്ചണിൻ്റെ വീഡിയോയിൽ നല്ല കമൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് ഇൻട്രാക്ഷൻ വന്നിട്ടുണ്ട്. വളരെ വളരെ നന്ദി. ഇതേപോലെ ഇനിയും എൻഗേജ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ നമ്പർ നേരിട്ട് തന്നിട്ടുണ്ട്. ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.